saya close by. Kaca mo gaso, pag mo diwun, kailan tani ang kanta cimburgi. Jisu tayami, bawani baini, amka saya close by. Kaca mo gaso, pag mo diwun, kailan tani ang kanta cimburgi. Itle bole babay ni bashe. Sunjiyetang hage sandun kertang bapa ce kalis dado. Itle bole babay ni bashe, ikmota nami jiyemche, tawar bapa itang mayma, mertam kang besang kache. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മിശിഹായിൽ സ്നേഹ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മളിന്ന് പ്രത്യേകമായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനത്തിന് വേണ്ടിയാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമ്മുടെ ജീവിതം മുഴുവനും ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഈശോ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക യേശുവിനറിയാത്ത എല്ലാ മക്കൾക്കും വേണ്ടി കൂടിയാണ്. ഫോർ ഓൾ ദ നോൺ ക്രിസ്ത്യൻസ് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ ജനതകളിലും എല്ലാ രാജ്യങ്ങളും തമ്മിലും സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി. We offer this mass for the intentions of Mr. Alexander. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാണ് നാം യോഗ്യരാകേണ്ടത്. നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദര നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാതാപിതാക്കന്മാരോടും വിശുദ്ധരോടും സഹോദര നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവേശൻ നമ്മിൽ കാരുണ്യം തൂകി പാപങ്ങൾക്കെല്ലാം മാപ്പേകി നിത്യമാം ജീവൻ പ്രാപിക്കുവാൻ സന്തതം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജനതകളെയും പ്രകാശിപ്പിക്കുന്നവനായ ദൈവമേ, ശാശ്വത സമാധാനത്തിൻ്റെ സന്തോഷം അങ്ങേ ജനത്തിന് നൽകണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ മാനസങ്ങളിൽ അങ്ങ് വർഷിച്ച അതേ ദീപ്തിപൂരം ഞങ്ങളുടെ ഹൃദയങ്ങളിലും അങ്ങ് നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ഒന്നിനെക്കുറിച്ചും ആകുലരാകണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അവസാനമായി സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസയോഗ്യവുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിക്കാനിടയാകരുതേ.
കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ. കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. അങ്ങ് എനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാദുർഗവും ആയിരിക്കണമേ. അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും. കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. എൻ്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, നീതികെട്ട ക്രൂരന്റെ പിടിയിൽ നിന്നും എന്നെ വിടുവിക്കണമേ. കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും എൻ്റെ ചുമട് ഭാരം കുറഞ്ഞതുമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഇരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് വായിച്ചു കേട്ട വചനഭാഗം മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 28 മുതലുള്ള വാക്യമാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ഈ വചനഭാഗം വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത എന്താണെന്നറിയാമോ? ഈ വചനം ഇപ്രകാരം ഞാൻ കണ്ടറിഞ്ഞ ഒരു സംഭവമുണ്ട്. ഈ ബീദർ മിഷന് ഞാൻ പോയപ്പോൾ, അച്ഛനാകുന്നതിന് മുമ്പ് ഞങ്ങൾ ചെമ്മാച്ചന്മാരായിരിക്കുന്ന സമയത്ത് നമ്മുടെ നോർത്ത് കർണാടകയിലെ ഒരു സ്ഥലം ബീദർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ മിഷന് പോയപ്പോൾ അവിടെ ഞാൻ കണ്ടൊരു കാഴ്ച ഇതാണ്. അതായത് വൈകുന്നേരം 4 മണിക്ക് കുർബാന നമ്മൾ അനൗൺസ് ചെയ്യും. 4 മണിക്ക് കുർബാന. ആളുകളൊക്കെ വരുന്നത് ഒരു 6 മണി 7 മണിയാകുമ്പോഴാണ്. അതുവരെ അച്ഛന്മാർ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരു ഗ്രാമത്തിലാണത്. ബീദർ എന്ന് പറഞ്ഞ ആ സ്ഥലത്തെ ഒരു ഗ്രാമത്തിലാണ് ഞാൻ മിഷന് പോയത്. അവിടെ ഞാൻ കണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത്രയും ആൾക്കാർ ലേറ്റായിട്ട് വന്നിട്ടും അവിടെയുള്ള എനിക്ക് ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ അവരോടൊരു ഒരു വെറുപ്പോ ഒന്നും തോന്നിയില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ പാവപ്പെട്ട ജനങ്ങൾ രാവിലെ മുതൽ വെളുപ്പിനെ 5 മണിക്ക് മുതൽ ഒരു ഉച്ച വരെ ഈ വെയിലത്ത് കഷ്ടപ്പെട്ട് എല്ലാവരും ഫാമിംഗ് ആണ്, കൃഷിപ്പണിയാണ്. ഈ കൃഷിപ്പണിയെല്ലാം ചെയ്ത് നമ്മളവിടെ 4 മണിക്ക് കുർബാന എന്ന് പറയുമ്പോൾ അവർ ഈ കൃഷിപ്പണിയെല്ലാം ചെയ്ത് അവർ വരുന്നൊരു സീനുണ്ട്. കയ്യിലും മേത്തൊക്കെ ചെളിയൊക്കെ പുരണ്ട് ആകെ കൂടെ എല്ലാവരും ആ ചെളിയോടെ തന്നെ കയ്യും കാലൊക്കെ ഒന്ന് കഴുകിയാലും ഉടുപ്പ് മുഴുവൻ ചെളിയായിരിക്കും. എന്നിട്ട് നേരെ കയറി വന്ന് അവരാദ്യം തന്നെ അവരുടെ പശുവിനെയും കാളനെയൊക്കെ ആ പള്ളിയുടെ ചുറ്റിനൊക്കെ കെട്ടിയൊക്കെ ഇട്ട്, മാട്ടുവണ്ടിയൊക്കെ ഉണ്ടാവും കൂടെ, അതെല്ലാം അവിടെ സൈഡിലൊക്കെ ഇട്ട് അവരിങ്ങനെ കയറി വന്നിട്ട് ഈ പറയുന്ന പോലെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക എന്ന് ഈശോ പറഞ്ഞില്ലേ, അതുപോലെ അക്ഷരം പ്രതി ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. എന്നിട്ട് അവർ വന്നിട്ട് ആദ്യമേ തന്നെ നിലത്തവിടെ കമന്ന് കിടന്ന് ദൈവത്തെ ആരാധിച്ച് ഒരു മൂലയ്ക്ക് മാറിയിരുന്ന് പിന്നെ അവർ ഭജന പാടുകയും പാട്ടുപാടുകയും അങ്ങനെ ഒരു 1.5 മണിക്കൂർ ആരാധന. അതെല്ലാം കഴിഞ്ഞ് 8 മണിക്കാണ് നമ്മുടെ കുർബാന രാത്രി. ബീദറിലെ ഒരു മിഷനുണ്ടായ ഒരനുഭവമാണ് ഞാൻ നിങ്ങൾ പങ്കുവെച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക എന്നാണ് ഈശോ പറഞ്ഞത്. നമ്മളെല്ലാവരും ഒന്നോ അല്ലെങ്കിൽ പലതരത്തിൽ ഒരുപാട് ഭാരം ചുമക്കുന്നവരാണ്, അല്ലേ?
ഒരുപാട് ഭാരങ്ങൾ ചുമക്കുന്നവരായിരിക്കാം. പക്ഷേ ഈശോ ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ തരികയാണ്. എല്ലാവർക്കും കൂടിയുള്ളൊരു ക്ഷണനമാണ് ഈശോ തരിക. എന്താണ് ഈശോ പറയുന്ന ക്ഷണം? അധ്വാനിക്കുന്നവരും ഭാരപ്പിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക എന്നാണ് പറയുക. നമ്മൾ ആശ്വാസം തേടി പലയിടത്തും പോകേണ്ട കാര്യമില്ല. നമ്മൾ ആശ്വാസം തേടി ഈശോയുടെ അടുക്കൽ വരണമെന്ന് ഈശോയുടെ ഹൃദയം ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഒരു ജീവിതത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഞാൻ എന്താണ് ആദ്യം ചെയ്യുക? ദൈവാശ്രയ ബോധമുണ്ടോ നമ്മൾ ചിന്തിക്കുക. പലപ്പോഴും കൗൺസിലിങ്ങിലൊക്കെ പോകുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ട് പതറിപ്പോവും. പിന്നെ ആ പ്രശ്നത്തിൽ നിന്ന് കരകയറാനുള്ളൊരു നെട്ടോട്ടമാണ്. എല്ലാം പരിശ്രമിച്ച് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയും. അങ്ങനെയല്ല, നമ്മൾ ആദ്യമേ ദൈവത്തിങ്കിലേക്ക് തിരിയണം. അതുകൊണ്ടാണ് ഇന്നത്തെ വചനത്തിന് അവസാന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും എൻ്റെ ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഈ നുകം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നുകം അതായത് നമ്മൾ ഈ കാളയെ കെട്ടി നമ്മൾ വയൽ ഉഴലത്തില്ലേ, ആ സമയത്ത് ഈ 2 കാളകളെ പൂട്ടുന്ന ആ ഒരു ചുമടാണ്, ഒരു ഭാരമാണ് നുകം. ഈ നുകം അങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ മരത്തിൻ്റെ വലിയൊരു മരത്തിൻ്റെ ആ ഒരു ഭാരം ഈ 2 മൃഗങ്ങളുടെ മേലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ പിന്നെ അതൊരിക്കലും ഡിപ്പാർട്ടാവത്തില്ല. അതെപ്പോഴും ഒരുമിച്ചായിരിക്കും അതിൻ്റെ യാത്ര. ഈ നുകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് പ്രിയപ്പെട്ടവരെ, ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധം. അതായത് 10 പ്രമാണങ്ങൾ ഈശോ നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ? ഈ 10 പ്രമാണങ്ങളുടെ ഒരു നുകമാണ് ദൈവം തന്ന ആ ഒരു നുകം. ഇത് നമ്മൾ എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക? നമ്മൾ കൗദാശിക്ക് നയിക്കുന്നവരാണോ? ഈ പ്രമാണങ്ങൾ, ഈശോ തന്ന കൽപ്പനകൾ നമ്മൾ പാലിക്കുന്ന വ്യക്തികളാണോ? നമ്മൾ ചിന്തിക്കുക. നമുക്കറിയാം, ഈ 10 പ്രമാണങ്ങൾ നമ്മൾ 2ആയിട്ട് സംഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ? നിന്നെ എന്തെല്ലാമാണ് ആ 10 പ്രമാണങ്ങൾ നമ്മൾ 2ആയിട്ട് സംഗ്രഹിക്കുക? പറയാമോ ആർക്കെങ്കിലും? നീ ദൈവത്തെ അല്ലേ, ദൈവത്തെ സ്നേഹിക്കുക, പിന്നെ അതുപോലെ നീ നിന്റെ അയൽക്കാരനെ, ലവ് ഗോഡ് ആൻഡ് ലവ് യുവർ നെയ്ബർ. അതാണ് ഏറ്റവും വലിയ കൽപ്പന, സ്നേഹം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്നൊന്നും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്, എൻ്റെ ആത്മീയ ജീവിതം എപ്രകാരമാണ്? ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ കുടുംബത്തിൽ ഞാൻ സ്നേഹത്തിൻ്റെ ഒരു മിഷണറി ആണോ? നമ്മൾ ചിന്തിക്കുക. ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ഈശോ നൽകിയ ഓരോ ക്ഷണനവും വചനത്തിലൂടെ, കൂദാശയിലൂടെ, ചില വ്യക്തികളിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ഈശോ നമ്മളെ പലപ്പോഴും ക്ഷണിക്കുകയാണ് ഈശോയുടെ സ്നേഹത്തിലേക്ക്. നമ്മൾ ഈശോ നൽകിയ ക്ഷണനം തിരസ്കരിക്കുന്നൊരു വ്യക്തിയാണോ, സ്വീകരിക്കുന്നൊരു വ്യക്തിയാണോ? എപ്രകാരമാണ് എൻ്റെ കൗദാശിക ജീവിതം? പ്രമാണങ്ങൾ പാലിച്ച് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്നൊരു വ്യക്തിയാണോ ഞാൻ? എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ സമാധാനത്തിൻ്റെ ഒരു മിഷണറിയാണോ ഞാൻ? ഇന്ന് ഈ പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനം നമ്മളെല്ലാവരും നിറയുവാൻ, നമ്മുടെ കുടുംബങ്ങൾ നിറയുവാൻ, ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഒരു പൈതലായി മാറുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. കനിവോ
സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തന പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. യഥാർത്ഥ ആരാധനയിലൂടെയും ശാന്തിയുടെയും ഉടയവനായ ദൈവമേ, ഈ കാഴ്ചദ്രവ്യം വഴി അങ്ങേ മഹിമ അർഹമാം വിധം ഞങ്ങൾ ആദരിക്കുവാനും ദിവ്യരഹസ്യങ്ങളുടെ ഭാഗഭാഗ്യത്വം വഴി സർവനാത്മാ വിശ്വസ്തയോടെ ഐക്യപ്പെടുവാനും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുരളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടും കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനിത്യനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക യഥാർത്ഥ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഈ സംപൂജ്യമായ രഹസ്യത്തിൻ്റെ തിരുനാളിൽ അവിടുന്ന് തൻ്റെ ദിവ്യപ്രകൃതിയിൽ അദൃശ്യനാണെങ്കിലും ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയിൽ ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷനായല്ലോ. കാലങ്ങൾക്ക് മുമ്പേ ജാതനായെങ്കിലും കാലത്തിലായിരിക്കുവാൻ അങ്ങ് തുടങ്ങി. അങ്ങനെ ചിതറിക്കപ്പെട്ടതെല്ലാം തന്നിൽ ശേഖരിച്ചുകൊണ്ട് സകലതും സമഗ്രമായി സമുദ്രീകരിക്കുകയും വഴിതെറ്റിയ മനുഷ്യനെ സ്വർഗരാജ്യത്തിലേക്ക് തിരികെ വിളിക്കുകയും ചെയ്തു. ആകയാൽ ഞങ്ങളും ആഹ്ലാദപൂർവമായ ആഘോഷത്തോടെ പ്രകീർത്തിച്ചുകൊണ്ട് എല്ലാ മാലാഖമാരോടൊത്ത് അങ്ങേ പുകഴ്ത്തുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുമോ ഏറ്റം ധന്യനുമായി. കർത്താവിൻ തിരുനാമത്തിൽ വരുമോ ഏറ്റം ധന്യനുമായി. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. പരിശുദ്ധ ബലിയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം പ്രവേശിക്കുകയാണ്. ഈ അപ്പത്തോടും വീഞ്ഞോടുമൊപ്പം നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ പ്രാർത്ഥനകളും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ നിമിഷം നമ്മൾ ഈ 9 ദിവസ നൊവേനയിൽ നമ്മൾ എന്ത് നിയോഗം വെച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക? നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ അൾത്താരയിലേക്ക് ഒരു കാഴ്ചദ്രവ്യം പോലെ എടുത്തു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോ എന്ന വചനത്തിലൂടെ പറഞ്ഞതുപോലെ മത്തായിയുടെ സുവിശേഷം 11:28 വചനം പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിനക്ക് ഉത്തരം നൽകാം, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും, നമ്മുടെ എല്ലാ പരാതികളും ബുദ്ധിമുട്ടുകളും ഒരു നിമിഷം നമുക്ക് ഈ ആൾക്കാരേക്ക് സമർപ്പിച്ച് മൗനമായി കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഏറ്റവും വിശുദ്ധമായി നമുക്ക് പ്രാർത്ഥിക്കാം.
പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രീകരിക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സുമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. വിശ്വാസത്തിൻ്റെ ദിവ്യരഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണം ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും മൃഗരാഗ തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിനും രക്തത്തിനും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പീറ്റർ പോൾ മെത്രാനോടും വൈദിക സന്യസ്ത ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന് പ്രത്യാശയുടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവർ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായി നമുക്ക് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനത്താൽ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും നിറയുവാനും നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും സ്വപ്നങ്ങളും ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവമേ, ഈ പരിശുദ്ധ ദിവ്യമന്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭവനമില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഒരു നല്ലൊരു ജീവിത പങ്കാളിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ യുവതി യുവാക്കൾക്ക് വേണ്ടിയും നവദമ്പതിമാർക്ക് വേണ്ടിയും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും സമാധാനമില്ലാതെ കുടുംബം തകർന്നു പോയ അവസ്ഥയിൽ കഴിയുന്ന എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും ഇന്ന് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന മിസ്റ്റർ അലക്സാണ്ടറിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ വിശുദ്ധ ഔസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും
കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന ഒരേ മനസ്സോടും ഒരു വിശ്വാസത്തോടും കൂടെ നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാറിലും ആയിടേണം. അന്നന്നു വേണ്ടുന്നു രാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന്, എല്ലാവിധ രോഗങ്ങളിൽ നിന്ന്, എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺ വാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീയൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിത മാർഗത്തിലൂടെ പരിപാലിക്കപ്പെടുന്ന അങ്ങേ ജനം ഇപ്പോഴും വരും കാലത്തും അങ്ങേ കാരുണ്യത്തിൻ്റെ സൗഖ്യം അനുഭവിക്കുമാറാകട്ടെ. അങ്ങനെ കടന്നു പോകുന്ന വസ്തുക്കളുടെ അനിവാര്യമായ സമാശ്വാസത്തിൽ ശക്തിപ്പെട്ട് ശാശ്വതമായവയ്ക്ക് വേണ്ടി കൂടുതൽ വിശ്വസ്തയോടെ പരിശ്രമിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ ജാതനായ ദിവ്യോണ്ണീശോയെ അങ്ങേ സന്ദർശിക്കുവാനെത്തിയ ആട്ടിടയന്മാരെ പോലെ ഇതാ ഞങ്ങളും അങ്ങയുടെ തിരുസന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു. അത്യുന്നത ദൈവത്തിൻ്റെ പുത്രനായ അങ്ങേ ഞങ്ങളുടെ കർത്താവും ദൈവമായി ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു. അനുഗ്രഹദായകനായ ഉണ്ണീശോയെ, അങ്ങേ ദിവ്യജനനിയും വിശുദ്ധ ഔസേപ്പിതാവും ബെത്ലഹേമിലെ കാലത്തൊഴുത്തിൽ അവിടുത്തെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയങ്ങൾ നിറഞ്ഞ സ്നേഹവും സമാധാനവും ഞങ്ങളിലും എല്ലാ മനുഷ്യരും നിറയുവാൻ കനിയണമേ. നമ്മുടെ സകലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ മെത്രാന്മാർക്കും വൈദികർക്കും ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകവും നൽകണമേ. അങ്ങ് സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരുന്ന രക്ഷയും വെളിപാടിൻ്റെ പ്രകാശവുമാണ്. അങ്ങേ കണ്ട ആനന്ദ നിർവൃതി അടഞ്ഞ ശിമിയോനെയും അന്നയെയും പോലെ ഞങ്ങളുടെ ദർശനത്താൽ ഞങ്ങളെയും ആനന്ദപൂരിതരാക്കണമേ. അങ്ങേ ദർശിക്കുവാനെത്തിയ രാജാക്കന്മാർ തങ്ങളുടെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് മീറയും പൊന്നും കുന്തിരിക്കവും കാണിക്കയായി നൽകിയതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് ഞങ്ങൾക്കുള്ളവയെല്ലാം അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരുന്ന ഉണ്ണീശോയെ നിരന്തരം സ്വർഗപിതാവിൻ്റെ ഇഷ്ടം അന്വേഷിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിർവഹിക്കുവാനും ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. വിശ്വാസപൂർവം അങ്ങേ സമീപിച്ച എല്ലാവരെയും സുഖപ്പെടുത്തി ആശ്വസിപ്പിച്ച ഈശോയെ, ഞങ്ങളുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിച്ച് വിശ്വാസം, സ്നേഹം, പ്രത്യാശ എന്നീ ദൈവിക സുഹൃതങ്ങളിൽ വളർന്ന് സൽപ്രവൃത്തികൾ നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്ന ഉണ്ണീശോയെ, ഞങ്ങൾക്ക് പഠനത്തിൽ വിജയവും വിജ്ഞാനത്തിലും വിവേകത്തിലും വളർച്ചയും നൽകി അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും അവരെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം എന്നരുൾ ചെയ്ത ഉണ്ണീശോയെ, ശിശു സഹജമായ നിഷ്കളങ്കതയും വിനയവും ദൈവാശ്രയബോധവും ഞങ്ങൾക്ക് നൽകണമേ. ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാ യുവതി യുവാക്കന്മാർക്കും പരിശുദ്ധാരൂപിയുടെ സഹായത്താൽ തങ്ങളുടെ ജീവിതാന്തസ്സ തിരഞ്ഞെടുക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. കൃതജ്ഞതാ സമർപ്പണം. മാമോദീസ വഴി ഞങ്ങളെ ദൈവമക്കളാക്കുകയും വിശുദ്ധ കുർബാനയും ദൈവവചനവും മറ്റ് കൂദാശകളും വഴി സത്യത്തിലും അരൂപിയിലും അങ്ങേ ആരാധിക്കുന്നവരുടെ സമൂഹമായി ഞങ്ങളെ വളർത്തുകയും ചെയ്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. നസ്രത്തിലെ തിരുകുടുംബം പോലെ സമാധാനവും സന്തോഷവും സ്നേഹവും നിറഞ്ഞ കുടുംബങ്ങളെയും മാതാപിതാക്കന്മാരെയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് പഠിക്കുന്നതിനാവശ്യമായ ഏകാഗ്രതയും സമാധാനവും ഓർമ്മശക്തിയും നൽകുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നീതിയും സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു പുതിയ മാനവ ലോകത്തിനു വേണ്ടി തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുകയും അങ്ങയുടെ സന്ദേശം ലോകത്തിന് മുമ്പിൽ ധൈര്യപൂർവ്വം നൽകുകയും ചെയ്യുന്ന പ്രേക്ഷിതരായ യുവതി യുവാക്കന്മാരെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു.
നിശബ്ദമായി നമുക്ക് ലഭിച്ച എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി ഉണ്ണീശോയ്ക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം. അനുഗ്രഹ പ്രാർത്ഥന. ശിശുക്കളുടെ സ്നേഹിതനായ ഉണ്ണീശോയെ, ലോകമെങ്ങുമുള്ള എല്ലാ ശിശുക്കളെയും അനുഗ്രഹിക്കണമേ. യുവജനങ്ങളെ പരിപാലിക്കണമേ. വൃദ്ധരെ സംരക്ഷിക്കണമേ. എല്ലാ ക്ലേശങ്ങളും നൈരാശ്യങ്ങളും ദൗർഭാഗ്യങ്ങളും അകറ്റണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും മുറിവേറ്റ മനസ്സുകളെ ആശ്വസിപ്പിക്കുകയും കഠിന ഹൃദയർക്ക് മാനസാന്തരം നൽകുകയും ചെയ്യണമേ. അങ്ങേ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി വരദാന ഫലങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ. അങ്ങയുടെ അനുകമ്പയാൽ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. അങ്ങയുടെ സഹായം തേടി വരുന്ന ഞങ്ങളുടെ അപേക്ഷകൾ നിശബ്ദമായ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാം. സ്വീകരിച്ച് അങ്ങയുടെ തിരുമനസ്സിനൊത്തവണ്ണം അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ നിങ്ങളെ നയിക്കുവാനും സംരക്ഷിക്കുവാനും ആശ്വസിപ്പിക്കുവാനും ഉണ്ണീശോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ കൂടെ എപ്പോഴും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കനിയണമേ. കർത്താവേ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.